വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറിയതു മുതൽ നടപ്പിലാക്കുന്ന പദ്ധതികളും എടുക്കുന്ന തീരുമാനങ്ങളും പ്രതിപക്ഷമെന്ന നിലയിൽ പ്രതിരോധിക്കാനും വിമർശിക്കാനും ഇടതുപക്ഷം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രിയദർശിനി പദ്ധതി മുതൽ PM ശ്രീയിൽ വരെ സർക്കാരും പ്രതിപക്ഷവും പരസ്പരം വിമർശനങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആശങ്കകളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായും യോജിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 49% ഓഹരികൾ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അഥവാ MSCക്ക് കൈമാറാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കമാണ് സഭയെ ചൂടുപിടിപ്പിച്ചത്. മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരം അറിയതെന്നും സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരമൊരു കൈമാറ്റം സാധ്യമല്ലെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ വ്യക്തമാക്കി. അദാനി ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ ഇതുവരെ സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറാൻ കമ്പനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉന്നയിച്ച ആശങ്കകളോട് പൂർണ്ണമായി യോജിച്ച മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് താൽപര്യങ്ങളും സുരക്ഷയും പൂർണ്ണമായി സംരക്ഷിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് ഏത് നീക്കവും അനുവദിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. വിദേശ കമ്പനിയായ MSC കമ്പനിക്ക് നിക്ഷേപാവകാശം നൽകുന്നത് ഒരു പ്രത്യേക കുത്തകയ്ക്ക് അവകാശം നൽകുന്നതിന് തുല്യമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആക്ഷേപം. ഇത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സാധ്യതകളെ സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒരു കമ്പനിയിലേക്ക് മാത്രം കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് മറ്റ് കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തുന്നതിന് തടസ്സമുണ്ടാക്കും. വിവിധ കമ്പനികളുടെ കപ്പലുകൾ എത്തുന്നതാണ് സംസ്ഥാനത്തിന് ലാഭകരം. കുത്തകവൽക്കരണം ഉണ്ടായാൽ മൾട്ടി ഓപ്പറേറ്റിംഗ് സംവിധാനം പോലും സാധ്യമാകാതെ വരും. കൂടാതെ 2032 മുതൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വരുമാനത്തിൽ കൃത്രിമമായി കുറവ് വരുത്താനുള്ള നീക്കമാണിതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അദാനി ഓഹരികൾ വിൽക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ എതിർക്കുന്നത്? അതുകൊണ്ട് കേരളത്തിനുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണ്? ഈ ഓഹരി കൈമാറ്റം നടന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപത്തിനാണ് വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുക. ഏകദേശം 13,000 കോടി രൂപയുടെ നിക്ഷേപം. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC പങ്കാളിയാകുന്നതോടെ വിഴിഞ്ഞം ലോക തുറമുഖ ഭൂപടത്തിൽ മുൻനിരയിലെത്തും. നിലവിലെ 16 ലക്ഷം TEU ശേഷി 57 ലക്ഷമായി വർദ്ധിപ്പിക്കാനും കൊളംബോയ്ക്കും ദുബായ്ക്കും ബദലായി ഒരു രാജ്യാന്തര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞത്തെ മാറ്റാനും ഇതിലൂടെ സാധിക്കും. ഇത്രയും നേട്ടങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭരണപ്രതിപക്ഷങ്ങൾ ഇതിനെ എതിർക്കുന്നത്? പ്രധാന കാരണം നടപടിക്രമങ്ങളിലെ വീഴ്ച തന്നെയാണ്. കരാർ പ്രകാരം 25% കൂടുതൽ ഓഹരി മാറ്റം നടത്തുമ്പോൾ സർക്കാരിന്റെ അനുമതി വേണം. അദാനി ഗ്രൂപ്പ് ഇത് ലംഘിച്ചുവെന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. കൂടാതെ ഒരു തുറമുഖം ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ മാത്രം നിയന്ത്രണത്തിലായാൽ അത് മറ്റ് കമ്പനികളെ അകറ്റും. മൾട്ടി ഓപ്പറേറ്റിംഗ് സംവിധാനം ഇല്ലാതാകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭവിഹിതത്തെ ബാധിക്കും. കടൽക്ഷോഭം പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്ത്രപരമായ ഇത്തരം തീരുമാനങ്ങളിൽ സർക്കാരിന് മേൽനോട്ടം വേണമെന്ന കാര്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തർക്കമില്ല. വിഴിഞ്ഞം കേരളത്തിന്റെ വികസന സ്വപ്നമാണ്. അവിടെ വരുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സംസ്ഥാനത്തിന്റെ പൊതുവായ താൽപര്യത്തിനായി മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കൈകോർക്കുന്നത് ജനാധിപത്യത്തിലെ നല്ല കാഴ്ചയാണ്. ഇതേ ഐക്യം PM ശ്രീ പോലെയുള്ള വിദ്യാഭ്യാസ പദ്ധതികളിലും വികസന പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിന്റെ കുതിപ്പ് ഒന്നുകൂടി വേഗത്തിലായേനെ. വിഴിഞ്ഞം തുറമുഖം ലാഭത്തിലാകണമെങ്കിൽ ചരക്കുനീക്കം വേണം. അതിന് വൻകിട കമ്പനികൾ വരണം. എന്നാൽ അത് കേരളത്തിന്റെ ഉടമസ്ഥാവകാശത്തെയും സുരക്ഷയും പണയം വെച്ചാകരുതെന്ന നിലപാടിലാണ് ഇപ്പോൾ കേരളമുള്ളത്.